ശരിക്കും പേടിക്കും കേട്ടോ. എൻ്റെ അപ്പൂപ്പൻ അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അയ്യോ, അത്രയ്ക്ക് പേടി തോന്നുന്നുണ്ട്. ഭയാനകമാണ് കേട്ടോ. മെനു എഴുതി വെച്ചേക്ക് നോക്കി. വീടിൻ്റെ ബാക്കി പത്രങ്ങൾ. എൻ്റെ കുട്ടികൾക്ക് പേടിയാട്ടോ. ഇവിടെ പഠിക്കണമെന്ന് നോക്കിയിട്ടുള്ള മൈൻഡ് വരും കേട്ടോ. ഇരുണ്ടല്ലോ, കണ്ണീന്ന് വെള്ളം വരും കേട്ടോ. കേട്ടോ തീ നമ്മുടെ കാഞ്ഞോട്ട് തീ അവർ എന്തായാലും ഏൽച്ചിട്ട് പോകും. തറയുടെ അടിയിൽ എന്തോ വീടോ ഇരിക്കുമ്പോൾ ക്യാമറയിൽ നോക്കുന്നില്ല. ഓ ഗൈസ്, ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ചാർലിക്കുളത്തുനിന്ന് നേരെ വണ്ടി എടുത്തു കേട്ടോ. അവിടുന്ന് ഇനിയിപ്പോൾ പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അമ്മച്ചിക്കൊട്ടാരം എൻ്റെ വൈഫ് കണ്ടിട്ടില്ല, അപ്പം അതും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് നേരെ കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകണം കേട്ടോ. ഗൈസ്, അവിടുന്ന് ഇറങ്ങിയപ്പോൾ വ്യൂ നോക്കി. ഇതിങ്ങനെ ആറല്ല തോടാട്ടോ ഒഴുകി പോകുന്നു. കേട്ടോ പോകുന്ന നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് അങ്ങ് പോവാട്ടോ. വ്യൂ നോക്കി. ഗൈസ്, ഇത് ലാട്രത്തിനകത്തൊരു സ്കൂളാണ് കേട്ടോ. അവിടുന്ന് വലിയൊരു കയറ്റം, ആ കയറ്റം കയറി വന്നിട്ട് വണ്ടി നമ്മളിവിടെ വെച്ച് തിരിച്ച് ഇതാണ് കേട്ടോ സ്കൂള്. ഈ രണ്ട് ബിൽഡിങ് ചെറിയ സ്കൂളാണ് കേട്ടോ. ഗവൺമെൻറ് സ്കൂളല്ലേടി, ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. സ്കൂളിൻ്റെ ഒരു ഇന്നത്തെ മെനു. ഓ ഗൈസ്, മെനു എഴുതി വെച്ചേക്ക് നോക്കി. 1/8/2025 വെള്ളി. ഇന്നത്തെ മെനു ചോറ്, സാമ്പാർ, തോരൻ. ഓ ഗൈസ്, അങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മെനു എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഗൈസ്, ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പിള്ളേർക്ക് കൈ കഴുകാനുള്ള സെറ്റപ്പ് കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിൽ നോക്കി ഒരു അടിപൊളി വ്യൂ. ചേച്ചിമാർ തേയില നുള്ളിക്കൊണ്ടിരിക്കുക. ഓ ഗൈസ്, അതുപോലെ തന്നെ അവിടെ വീടുകളുണ്ട് കേട്ടോ. 1 2 3 4 5 അങ്ങനെ വീടുകളും ഉണ്ട് കേട്ടോ. ഗൈസ്, നമുക്ക് ക്ലാസ്സിനകത്തിരുന്ന് നോക്കുമ്പോൾ വ്യൂ ഉണ്ടോ? ഓ, അവിടെ വരെ ഉണ്ട് കേട്ടോ ക്ലാസ്. ഓ ഗൈസ്, എന്നാണെങ്കിലും ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു പ്രത്യേക വൈബായിരിക്കും. പക്ഷേ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അത് തോന്നത്തില്ലായിരിക്കും. നമ്മൾ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഒരു പ്രത്യേക ഒരു വൈബായിട്ട് ഒരു എന്താ പറയുക, ഇവിടെ പഠിക്കണമെന്ന് നോക്കിയിട്ടുള്ള മൈൻഡ് വരും കേട്ടോ. ഗൈസ്, അവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ളത്. അത് കൊടിമരം ഇതാണ് കേട്ടോ പിള്ളേരുടെ ടോയ്ലറ്റ്. ഓ ഗൈസ്, നമ്മുടെ വണ്ടി അതേ സമയത്ത് കൂട്ടിയിരിപ്പുണ്ട്. വണ്ടിയുടെ ലുക്ക് കണ്ടാലോ, പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ റിട്ടേൺ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ആയിരിക്കുന്ന ഗ്ലാസ് ആട്ടോ ഹെൽമെറ്റിൻ്റെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഈ റൂട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഇത്ര ഏരിയ ഇങ്ങനെ അടിയോടെ ഇളകി ഊർന്ന് ഫുള്ള് താഴോട്ട് പോയതാട്ടോ എന്നാൽ വലിയ മഴയ്ക്ക്. അപ്പോൾ ഇവിടെ കണ്ടൊരു വീടോ സംവിധാനം കണ്ടുണ്ടായിരുന്നു, അത് ഫുള്ള് ഒലിച്ച് താഴോട്ട്. ആർക്കും ഒന്നും പറ്റിയില്ല. ഇത് അതിൻ്റെ അംശം അവിടെ കിടപ്പുണ്ട് കേട്ടോ. വീടിൻ്റെ ബാക്കി പത്രങ്ങൾ ഫുള്ള് കാട് കയറി. അതിൻ്റെ അകത്ത് ബംഗാളികൾ കണ്ടുണ്ടായിരുന്നു പറഞ്ഞു, പക്ഷെ അമ്മമാർക്കൊന്നും പറ്റിയില്ല കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഏരിയ ഫുള്ളിങ്ങനെ അടന്ന് താഴോട്ട് ഇരുത്തിപ്പോയി. മത്തായിക്കാക്കൂടെ തൊട്ടിപ്പുറം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങനെ വന്ന വഴിക്ക് വണ്ടി അവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് പഗ് മാർക്കിലേക്ക് കയറി ഗൈസ്. ഇതാണ് കേട്ടോ ചെറിയ രീതിയിൽ റെസ്റ്റോറൻറ്റ്, ചെറിയ രീതി. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ചെറിയ രീതി എന്തെങ്കിലും കഴിക്കാം എന്നോർത്ത് കയറിയത്. പക്ഷെ കഴിക്കാനായിട്ടുള്ള സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് തുടങ്ങി വരുന്നുള്ളതെന്ന് പറഞ്ഞു. ജസ്റ്റ് ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇതാണ് പൈൻമരത്തോട്ടത്തിലോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ നേരെ അമ്മച്ചിക്കൊട്ടാരം കയറാൻ പോവല്ലേ. അമ്മച്ചിക്കൊട്ടാരം ഇവിടെ കണ്ടിട്ടില്ല, അതും കൂടെ കണ്ടിട്ട് ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകണം കേട്ടോ. വിജനമായ വഴി കൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പോകുന്ന കേട്ടോ അമ്മച്ചിക്കൊട്ടാരത്തിലേക്കുള്ള വഴി. ഞങ്ങൾ അവിടുന്ന് കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അമ്മച്ചിക്കൊട്ടാരത്തിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് പിന്നെ നേരെ ഹൈവേന്ന് കാണിക്കാൻ. അത് അങ്ങോട്ടുള്ള വഴിയാണോ? അയ്യോ, ഇരുണ്ടല്ലോ. അതികഠിനമായ വഴിയാണ് കേട്ടോ. വേറെ പേടി എന്നാന്ന് വെച്ചാൽ പുലിയും ചാടുന്നതാണ്. ഒരുമാതിരി ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മരങ്ങളാട്ടോ. ഹോയസ്, ഞങ്ങൾ ആ വിജനമായ വഴിയിൽ കൂടെ ആണ് ഫുള്ള് കട്ടറ. ഞങ്ങൾ നേരെ ഇപ്പം അമ്മച്ചിക്കൊട്ടാരത്തിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കും കേട്ടോ. ഹോയസ്, ഇവിടെ പണ്ടത്തെ നിയമസഭ. ഹോയസ്, അമ്മച്ചിക്കൊട്ടാരത്തിനകത്ത് കയറി കേട്ടോ. അമ്മമാരാണ് രാജ്യസഭ കൂടിയിരുന്നോ? 4 മാസം പറഞ്ഞവര് 8 മാസം തരുന്നത് തിരുവനന്തപുരത്ത്. അവർ വേനൽക്കാലം വെച്ച് ആ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 4 മാസം. വേനൽക്കാലത്ത്
ഇവിടെ കേട്ടോ സഭ കൂടിയിരുന്നത്. ഇവിടെ കേട്ടോ തീ നമ്മുടെ കാഞ്ഞോട്ട് തീ കാച്ചോണ്ട് സംഭവം. നടുമുറ്റം 4 കിട്ടിയിരുന്നു. പേരെങ്ങനെയായിരുന്നു? ധർമ്മരാജ്. ധന്മരാജ്. ഞാൻ ഇവിടെ 60 കൊല്ലം. 60 കൊല്ലം. ഓ, ഞാൻ രാജായുടെ പണിക്കാരൻ. രാജായുടെ പണിക്കാരനായിരുന്നു. ഓ, പേടിക്കണം. അത് അമ്മമാരാണ് സർവ്വ. ആ അമ്മമാരാണ് സർവ്വ ജോലിമാർ. ജോലിക്കാർ താമസിച്ച സ്ഥലമാട്ടോ ഇത്. അവരുടെ സെറ്റ് എൻ്റെ മുന്നേ ഒന്നും കാണത്തില്ല വെട്ടമില്ലാത്തതുകൊണ്ട്. അവരുടെ ബെഡ് കാര്യങ്ങളെല്ലാം കേട്ടോ. ഇത് ഈ സെറ്റ് നോക്കി. എല്ലാം പൊളിഞ്ഞു പോയി. എല്ലാം പൊളിഞ്ഞു പോയി. പോയി കിടക്കാം. അവരാരും ആളുമില്ല, ശമ്പളമില്ല, ഒന്നുമില്ല. അവങ്ങളെ കൂടെ വരവ് കൊടുക്കാൻ വെച്ച് ഇത് അമ്മമാരാണ് തൊഴിൽമാര്. ടൈം പാസ്. ഓ, ടൈം പാസ്. ഇത് നെൽപ്പോടെ അമ്മമാരുടെ ടൈം പാസ്. സമയം കളഞ്ഞ കേട്ടോ. തീ കത്തിച്ച് വിടുന്ന കേട്ടോ ഇത് സംഭവം. കറണ്ടില്ല, ടി വി ഇല്ല, ചെലപ്പൊന്നുമില്ല. അവര് പണത കളി പാടി പള്ളാങ്കളി താരം കളിച്ച് ഇവിടെ സമയം കളിക്കും. ഡൈനിങ് ഹാളിൽ കിച്ചണ് എല്ലാം പൊളിഞ്ഞു പോയി. കൂടെയെല്ലാം പൊളിഞ്ഞു പോയി. 2 വാർത്തകളും 4 മുറിയേ ഉള്ളൂ. എല്ലാം പൊളിഞ്ഞു പോയെന്നാ കേട്ടോ ചേട്ടൻ പറയുന്നു. പൊന്നെ, ഉഫ്, എൻ്റെ ഇങ്ങോട്ട് വാ ഗൈസ്. എൻ്റെ വൈഫിന് പേടിയാ കേട്ടോ. ഇങ്ങോട്ട് വാ. എല്ലാം പൊളിഞ്ഞു കിടക്കുക ഗൈസ്. നോക്കി, മറ്റേ വാഷ് ബേസിനാണ് കേട്ടോ ഓർമ്മ. എൻ്റെ പൊന്നെ, മൊത്തം പൊളിഞ്ഞ് നശിച്ച് നാരണക്കല്ല് പിടിച്ച് കിടക്കും. ഗൈസ്, ഞങ്ങൾ ഒരു എത്രയോ വർഷം മുമ്പ് വന്നപ്പോൾ, 5-6 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഇത്ര ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് മറ്റേ ആട്ടുകല്ല് സംവിധാനം കേട്ടോ. ആട്ടുകല്ല് സംവിധാനങ്ങൾ ഇതെല്ലാം അവരുടെ. അങ്ങോട്ടൊന്നും പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് പേടി തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ഭയാനകമാണ് കേട്ടോ. അമ്മച്ചിക്കൊട്ടാരത്തിനകം ഇപ്പോഴത്തെ കണ്ടീഷന് ഫുള്ള് പൊളിഞ്ഞു പോയി. ഫുള്ള് പൊളിഞ്ഞു കിടക്കുക. ഇത് ഡൈനിങ് ഹാളാണ് കേട്ടോ ആൾ പറഞ്ഞ്. ശരി കേട്ടോ. അവരുടെ വാഷ് ബേസിൻ്റെ കാര്യങ്ങളെല്ലാം കൈ കഴുകുന്നതാണ്. ഇനി അങ്ങോട്ട് ഇരുട്ടാ കേട്ടോ. എൻ്റെ പൊന്നെ ഗൈസ്, നോക്കി. അയ്യോ, ഇടിക്കല്ലേ, ദേവൊന്നും ഇടിക്കല്ലേ ഗൈസ്. ഫുള്ള് ഇരുട്ടാ കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് പേടിയാട്ടോ ഗൈസ്. വേണ്ട, അപ്പൂപ്പൻ അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. മൊത്തം പൊളിഞ്ഞു കിടക്കും അല്ലേ. അവരാരും ഇപ്പോൾ ഇനി വരുന്നില്ല ഇങ്ങോട്ട്. അയ്യോ, കഞ്ഞി കുടിച്ചു. അവര് വന്നാലാണ് ഏർച്ചിട്ട് പോകും. അതെ. അവൻ നിൽക്കില്ല. ചേട്ടൻ പറയുന്നത് അവർ വന്നാലേ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ പറയുന്നത്. ഇവിടെ എവർക്കും
നാളെ എല്ലാവരും ഉദാഹരണിക്കുമ്പോൾ നമ്മളെ 60 കൊല്ലായി. 60 കൊല്ലം. നമ്മളെ രാജാടെ പണിക്കാരനാണ്. നമ്മളെ കളിച്ചിട്ട് അറിഞ്ഞിരിക്കുക. അതെല്ലാം പൊളിഞ്ഞു പോയതല്ലേ? അതെല്ലാം പോയതാ. കാറ്റില പോയത്. കാറ്റിലല്ലേ? കാറ്റും വണ്ടി കൊടുക്കാല്ലേ? ബൈക്കിനാണ്. ബൈക്കിന്. ഓക്കെ പോകട്ടെ. ഓക്കെ ഇങ്ങോട്ടോ. ചേട്ടൻ ഇത് 60 കൊല്ലമായിട്ട് ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. വേറെ സംഭവം എന്നാന്ന് വെച്ചാൽ ചേട്ടൻ ഇവിടുത്തെ രാജാവിൻ്റെ പണിക്കാരനായിരുന്നു. അവരെല്ലാവരും വന്നിട്ട് 10 വർഷത്തോളമായെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ പുള്ളി പറയുന്നു ഇവിടെ 50 രൂപ വെച്ച് കയറുന്നവരുടെ കയ്യിൽ നിന്ന് 50 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. പുള്ളിയുടെ ചിലവ് കഴിഞ്ഞ് പോകാനായിരിക്കും. പുള്ളി അങ്ങനെ കേട്ടോ പറഞ്ഞത്. വരുന്നവരുടെ കയ്യിൽ നിന്നുള്ള പൈസയും മേടിച്ച് ഇതുപോലെ കയറി കാണിക്കുന്നതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട് 50 രൂപ. അത് മേടിച്ചാണ് ആൾക്കാർ ഇത് പുള്ളിയുടെ ചിലവ് നടത്തുന്ന കേട്ടോ പറഞ്ഞത്. പുള്ളി ഒറ്റയ്ക്ക് കേട്ടോ ഇവിടെ. എൻ്റെ പിന്നെ ഒരു രക്ഷയില്ല. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ കേട്ടോ സംഭവം. നമ്മുടെ ബൈക്ക് അതേ സമയം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് തുളസിത്തറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ. അകത്ത് കയറുമ്പോൾ തന്നെ പേടിയാവും അല്ലേ? ഇതാണ് കേട്ടോ തുളസിത്തറ. ഫുള്ളൊരുമാതിരി ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ കിടക്കുന്നത് ആണ് കേട്ടോ ഗൈസ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ, അതായത് ഈ തറയുടെ അടിയിൽ എന്തോ വീടോ സ്വന്തം എന്തോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ട. ഇതുവഴിയാണ് നമ്മൾ പോയത്. അതുവഴി ഇങ്ങോട്ടും വരാം. ഇവിടെ വന്നു എന്തോ മറ്റേ തുളസി എന്തോ വൈകിട്ട് വിളക്ക് കത്തിച്ച് വെക്കുന്ന സംവിധാനം വന്നത്. ഇതുവഴി നേരെ പോകുന്ന അമ്മച്ചി കൊട്ടാരം കേട്ടോ. ഗൈസ് നമ്മളിപ്പം അവിടെ ജസ്റ്റ് ആ ലൊക്കാലിറ്റി കണ്ടു, ലൊക്കേഷൻ കണ്ടു. നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പാമ്പിൻ്റെ പൊത്ത് കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ നേരെ പോകുന്ന കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലോട്ടോ കേട്ടോ. ഇതുകൊണ്ട് ഗൈസ് മൂർഖൻ്റെ നാളമാണ് കേട്ടോ. മൂർഖൻ്റെ പൊത്താണ് കേട്ടോ ഗൈസ്. ഇതുവഴി ഇങ്ങനെ നടന്ന് കയറി പോകണം കേട്ടോ. ഗൈസ് വേറൊരു സംഭവം എന്നാന്ന് വെച്ചാൽ ഇന്ന് എടുക്കുന്ന വീഡിയോ ഫുള്ള് ഈ ഫോണിൻ്റെ പേരിന് റെഡ്മി നോട്ട് 40 കേട്ടോ. അതിന് മുമ്പുള്ള വീഡിയോസ് ഫുള്ള് എടുത്തത് എൻ്റെ സെറ്റിലാണ്. അത് സാംസങ് A3. അതിന് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് ഈ ഫോണിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്നാന്ന് വെച്ചാൽ കുറേ പേര് പരാതി പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പം ക്യാമറയിൽ നോക്കുന്നില്ല, ക്യാമറയിൽ നോക്കി സംസാരിക്കണം എന്നൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു. പക്ഷേ എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇനി അത് മാറ്റിയെടുക്കണം. ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. കേട്ടോ ഗൈസ്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. ഗൈസ് ഞങ്ങളങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിനകം കണ്ടു. ഇതുവഴി കേട്ടോ മറ്റേ അസ്ഥിത്തറയോ എല്ലിത്തറയോ ആ സംഭവത്തിലേക്ക് വന്നാൽ അതിന് താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ. തുളസിത്തറ. ഗൈസ് തുളസിത്തറ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തകത്ത് ആദ്യം കയറുമ്പോൾ ആദ്യത്തെ ആ ഹോളിൽ കയറുമ്പോൾ വലിയ വിഷയമില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പേടിക്കും കേട്ടോ. ആദ്യമായിട്ട് വരുന്നവരാണ് പേടിക്കും. ഞാനൊരു തവണ വന്നിട്ടുള്ളത് എനിക്ക് അത്ര പേടി വന്നില്ല. പക്ഷേ എൻ്റെ വൈഫിന് നല്ല പേടിയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വണ്ടി എടുത്ത് നേരെ കാഞ്ഞിരപ്പള്ളി വിടുക കേട്ടോ. ഇനി വേറെ കാണാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നേരെ കാഞ്ഞിരപ്പള്ളി പോവാം. ഗൈസ് ഞങ്ങൾ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്ന് ഒരു വീഡിയോയിൽ വിട്ടിട്ട് നേരെ പൊന്മുന്നം ശാന്തിയിലാട്ടോ വന്ന് നിന്നത്. വരുന്ന വഴിക്ക് ഫുള്ള് മഴയായിരുന്നു. അത് പിന്നെ അവിടെ ഒട്ടും നിർത്താൻ പറ്റിയില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ശാന്തി ആശുപത്രി വന്നിരിക്കുകയാണ് കേട്ടോ. ഇത്ര നേരം നല്ല തിരക്കായിരുന്നു. ആൾക്കാരെല്ലാം ഒഴിഞ്ഞു. കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നു കേട്ടോ. അതുകൊണ്ട് കയറി കണ്ടിട്ട് വേണം പോവാൻ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിൽ വന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്നാ പരിപാടി എന്ന് വെച്ചാൽ ഇന്നെടുത്ത വീഡിയോ ഫുള്ള് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ്. ബൈ.